ഞങ്ങൾ മുഴിക്കാൻ കാണിക്കുന്നില്ല, കാണിക്കാൻ പറ്റാത്തതാണ്. ഇങ്ങനെ ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വലിയൊരു മിടുക്കനാണെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വലിയ ആൾക്കാർ കണ്ടിട്ടോ അക്ബർ വലിയ ഒരാളാണ്, അക്ബറിന് വോട്ട് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും പിന്നെ എന്താണ് കാണിക്കുന്നത്? എത്ര പ്രാവശ്യം ഇത് പറയണം? വിജയ, നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ലേ. നമ്മള് മാത്രം തെറ്റ് ചെയ്തു പറയുമ്പോ അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? അത് കൺട്രോൾ ചെയ്യണം, അതാണ് ഗെയിം. അന്തസ് വേണോടാ, അന്തസ്. ഇതിലും എത്രയോ പ്രശ്നങ്ങളുള്ള ആൾക്കാർ അവിടെ ഉണ്ട്, അവരൊന്നും മിണ്ടുന്നില്ലല്ലോ. അക്ബർ മാത്രം എന്താണ്? അക്ബർ മാത്രമല്ല, വേറെ ആൾക്കാരെ ഞാൻ പിടിക്കുന്നുണ്ട്. എന്ത് ഭാഷയാണ് നിങ്ങൾ പറയുന്നത്? ഹേ, നിങ്ങൾ കൺഫെഷൻ റൂമിലോട്ട് വരൂ. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഉമ്മ ഒന്ന് ഷോക്കായി. ഷോക്കോ? ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോനെ. പിന്നെ എനിക്ക് മനസ്സില്ല. അക്ബർ എന്താ പറഞ്ഞ ഉമ്മ? ഒന്ന് നിർത്തോ, മനസ്സമാനം. വീട്ടില് ചിരിച്ചു കളിച്ച് നിൽക്കണ പോലെ ഇവിടെ ആളാകാൻ മാറിയെന്ന്. അങ്ങനല്ലേ അമ്മയ്ക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് അമ്മച്ചിക്ക് സുഖാണോ കുര്യാക്കോസേ? ഇന്നലെ വരെ സുഖമായിരുന്നു, ഇന്നത്തെ സുഖം അന്വേഷിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ വേണമെങ്കിൽ അന്വേഷിച്ചിട്ട് വിവരം പറയാം. ഇതുപോലെ എത്രയോ അമ്മമാര് കാണുന്ന ഷോയാണിത്. നിങ്ങൾ തെറി പറയുന്നവരുടെ അമ്മമാരിത് കാണുന്നില്ലേ? പക്ഷെ ഞാൻ കണ്ടില്ല. ആളെന്താണ് പറയുന്നെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ കഴമ്പുണ്ടെങ്കിൽ സംസാരിക്കൂ. എന്താ പ്രേമ? എത്രയോ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാം. എന്തൊരു മനോഹരമായ ഒരു സ്ഥലമല്ലേ അത്. ഇയാളെന്താ ഒരുമാതിരി പിള്ളേരെ പോലെ? അവിടെ ഇങ്ങനെ പൊടി പറയുന്ന പോടാ പൊടി, പിന്നെ എന്തൊക്കെയാണ് പറയണത്? നമുക്ക് കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നിങ്ങൾ പറയണത്. ഇനി ഇതുപോലെ കാണിക്കൂ. സത്യമായിട്ടും അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ സദാശിവ മാമന്റെ അടുത്ത് വിളിച്ചു പറയും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ